ഹായ് ഫ്രണ്ട്സ്, ഗപ്പികൾത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊരു ഫാമിക്ക് പോകുന്നത് മഞ്ചേരി പെരിന്തമണ്ണ റോഡിലെ കടന്നമണ്ണ പറഞ്ഞ സ്ഥലം. അവിടെ നമുക്കിത് പോയി നോക്കാം. അവിടെ ഒരു പുതിയ തരം വെറൈറ്റി ഗപ്പികളുണ്ട്, നല്ല വലിപ്പമുള്ള ഗപ്പികൾ. നമുക്ക് നോക്കി നോക്കാം. പലതരം വെറൈറ്റീസാണ് അവിടെ ഉള്ളത്. ഒരു 6 മാസമായി തുടങ്ങിയിട്ടുള്ള അവിടെ ഫാം. നമുക്ക് ആ ഫാം ഒന്ന് നോക്കാം. എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ. എല്ലാവർക്കും സലാം. നമ്മുടെ സലാം കാക്കൻ്റെ ഫാമിലിപ്പോൾ എത്തി. വെയിലെത്തുന്ന ഈ ഫാമിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ ആകെ. ഒരു തണുപ്പൊക്കെ വരാൻ തുടങ്ങി. അതിൻ്റെ കാരണം ഗ്രീൻ നെറ്റാണ് ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഓർക്കിഡിൻ്റെ പല വെറൈറ്റി ഓർക്കിഡും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നല്ല ഹൈ ക്വാളിറ്റീസ്, നല്ല വലുപ്പമുള്ള ഗപ്പിയാണ് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നത്. ഏകദേശം 10-20 വെറൈറ്റീസ് ഇവിടെ ഉള്ളത് തന്നെ നല്ല ടോപ്പ് ഗപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ സലാം കാക്കനോട് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് അബ്ദുസലാം. സലാം എന്നാ വിളിക്കുക. ഞാൻ തുടങ്ങിയിട്ട് മാത്രമായി ഇതിപ്പോൾ തുടങ്ങിയിട്ട് നമ്മളൊരു 6 മാസമായിട്ടുള്ളൂ. അതായത് ഓഗസ്റ്റ്, കറക്റ്റ് പറഞ്ഞാൽ ഓഗസ്റ്റ് ലാസ്റ്റിൽ വെച്ചിട്ട് ഒരു മധ്യത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മുമ്പ് ഫാമിൽ പരിചയ കാലക്കാർ കൃഷിയിൽ പരിചയമുള്ള ആളാകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കിതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായി. അതുപോലെ നല്ല ഇതിന്റെ ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. 95 മുതൽക്ക് ഞാൻ ആൾക്കാർക്ക് മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. അല്ലല്ല, അന്ന് നമ്മൾ ഗോൾഡ് ഫിഷ് ആയിട്ട് മെയിൻ ആയിട്ട് ചെയ്തിരുന്നത്. ഒരു 10-30 വെറൈറ്റി ഗോൾഡ് നമ്മൾ ചെയ്തിരുന്നു. 30 വെറൈറ്റി ഗോൾഡ് ഫിഷ് നമ്മൾ ചെയ്തിരുന്നു. അത് അന്ന് നമ്മള് ഒരു ഓപ്പൺ ഏരിയയിലായിരുന്നു, വയലിലായിരുന്നു. അത് ഇവിടുന്ന് കുറെ ഒരു കഷ്ടത്തിൽ ഒരു 1 കിലോമീറ്ററിന്റെ ചോട്ടിലുള്ളൂ. ഇല്ല സ്ഥലം അവിടെ മോഷണം കാരണം നമ്മൾ ഫാം നിർത്തേണ്ടി വന്നു. പിന്നെ ഇപ്പോഴും ഇവിടെ തുടങ്ങി വന്നപ്പോൾ തന്നെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോ ഒരു മോഷണം നടന്നു. അപ്പൊ പിന്നെ നമ്മൾ ക്യാമറ വെച്ചു. അന്ന് അവിടെ സെക്യൂരിറ്റി ചെയ്യാൻ കഴിയാത്ത ഒരു കേസാണ്. കാരണം ഒരു 10-20 സെന്റ് സ്ഥലത്ത് കുളം, പിന്നെ ഒരു 35 സ്ക്വയർ മീറ്റർ 40 സ്ക്വയർ മീറ്ററിൽ ഒരു 10-20 ടാങ്കുകൾ, പിന്നെ അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ചെറിയ ടാങ്കുകൾ, പിന്നെ കോറി, ഇങ്ങനെ ഇതിലൊക്കെ ചെയ്തിരുന്നു നമ്മള്. നിലവിൽ എത്ര ഐറ്റം ഗപ്പീസ് ഉണ്ട്? നിങ്ങളുടെ അഭിപ്രായത്തിൽ 10-20 വെറൈറ്റി ഉണ്ടാവുന്ന. നമുക്കെന്നാ ഗപ്പീസുകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ വില കൂടിയപ്പോ ഗപ്പി ഏതാണ് ഇപ്പൊ ഇതില്? നമ്മള് വില കൂടി ഒരു വിലയുടെ സ്റ്റൈലാണ് സീറ്റ് കോഴി എന്ന് പറയും. ഇതിന്റെ പേരെന്താണ്? സീറ്റ് കോഴി. സ്വീറ്റർ കോഴി. സ്വീറ്റ് ത്രൂ പറഞ്ഞാ സ്വീറ്റ് ത്രൂ ഒരു ഗപ്പിയാണത്. നേരിട്ട് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇതിന്റെ ഈ ആന്തരാവയവങ്ങളും കുഞ്ഞുങ്ങളൊക്കെ തന്നെ അങ്ങനെ കാണാൻ കഴിയും. അതാണ് സീറ്റ് കോഴി. ഇത് നമുക്കിപ്പോ ഏകദേശം ഒരു പീസിന് 750 രൂപ നമുക്ക് വില ഉണ്ട്. ഇത് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന 600 രൂപ വെച്ചിട്ടാ കൊടുത്തത്. സീറ്റ് ട്രൂ അല്ലേ? സീറ്റ് ട്രൂ അതായത് നേരിട്ട് കാണാൻ, നേരിട്ട് കാണാൻ പറ്റിയ ഒരു ഇതിന് ഈ അകത്തുള്ള സാധനങ്ങളൊക്കെ ശരിക്കും കാണുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ പാലിനകത്ത് ഈ കുഞ്ഞുങ്ങളെ പാലിനകത്ത് കാണുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് ആ വയറിനുള്ള ആ കുട്ടികളൊക്കെ നമുക്ക് കാണാം. ഇത് കോഴി ഐറ്റം, വയറിനുള്ള കോഴി ഐറ്റം വേറെ ഗപ്പിയാണത്. അതിന്റെ വയറിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ആ കുട്ടികളെ കാണാം. അതിന്റെ പ്രത്യേകത. പുതിയ ഐറ്റം ഗപ്പിയാണത്. ഈ തലന്റെ മുകളിൽ ചോപ്പുണ്ട്. കോഴി എന്ന് പറഞ്ഞാൽ ഗപ്പി അതിന്റെ ടൈപ്പ് തന്നെയാണത്. തലേന്റെ മുകളിൽ ഒരു ചോപ്പുണ്ട്. വെറൈറ്റി ഗപ്പിയാണത്.
ടോപ്പാസ് ബ്ലൂ റിബൺ ടൈലാണ്. ടോപ്പാസ് ബ്ലൂ റിബൺ ടൈല്. അതെന്താ വെച്ചാൽ ഇതിന് നമ്മളെന്തെങ്കിലും നമുക്കിപ്പോ ഈ റെഡ് കളർ വരുന്ന അതും ഇറങ്ങുന്നുണ്ട്, ഈ വെള്ള നീല ആ ടോപ്പാസ് കളർ ഉണ്ടല്ലോ അതും ഇറങ്ങുന്നുണ്ട്. അതിന് പുറത്ത് റിബൺ ഇല്ലാത്തതും ഇറങ്ങുന്നുണ്ട്. റിബൺ ഉള്ളതും റിബൺ ഇല്ലാത്തതും കൂടി വിട്ടാലുള്ളൂ ഇത് കുഞ്ഞുങ്ങളെ കിട്ടുന്നുള്ളത്. റിബൺ ഉള്ള മീനിന് മെയിലിന് ഈ റിബൺ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ ഈ ഏജ് ആയതുകൊണ്ട് എന്തെങ്കിലും കൈയൊക്കെ കുറച്ചിട്ട് അങ്ങനത്തെ ഇതിനൊന്നും മുതിരുന്നില്ല. അപ്പൊ അത് നാച്ചുറൽ ആയിട്ട് നിങ്ങൾ റിബൺ ഉള്ള റിബൺ ഉണ്ടായിട്ടും റിബൺ ഇല്ലാത്ത റിബൺ ഇല്ലായിട്ടും അങ്ങനെ നടക്കട്ടെ. HD ബ്ലൂ എന്ന് പറഞ്ഞ സ്റ്റൈനാണിത്. HD ബ്ലൂ. HD ബ്ലൂ നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ ഐറ്റം നമ്മൾ വേറൊരു ഇതിന് ഇറങ്ങി വന്നതാണ്. കാരണം നമ്മളിത് ഇറങ്ങി വന്നിട്ട് നമ്മൾ സ്റ്റൈൽ വേറെ ആൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഇറങ്ങുന്നുണ്ടോ നോക്കി. അപ്പൊ നമ്മൾ ബ്രീഡ് ചെയ്തപ്പോൾ ഇതിന് കിട്ടുന്നത് ഇതിന്റെ കുഞ്ഞുങ്ങൾ മാത്രമാണ്. നമുക്ക് എന്തെങ്കിലും ഇതിന്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല ഒരു സെമി അഡൾട്ട് ആയിട്ടുള്ള കുട്ടികളെ കിടക്കുന്ന ടാങ്ക് വേണമെങ്കിൽ കാണാം. ഇതിപ്പോ ഇതിന് കിട്ടിയ കുട്ടികൾ ഇതിൽ വേറെ സാധനമൊന്നും കാണുന്നില്ല. ഇതേ സാധനം മാത്രമുള്ള ഇറങ്ങിയിട്ടില്ല. ഇനി ഇവിടുത്തെ ഗപ്പികൾക്ക് എന്ത് ഫുഡാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. പലതരം ഫുഡുണ്ട്, അത് നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാ കൊടുക്കുന്നതെന്ന്. ഫ്ലൈക്ക് ആണ്, അതായത് ഒരു പച്ച നിറത്തിലാണ്. ആൽഗവാട്ടുണ്ടാണോ അത്? അതെ. പിന്നെ ഈ നമ്മുടെ ഈ മത്സ്യങ്ങൾക്ക് വെജിറ്റബിൾ ഇതിന്റെ കണ്ടന്റ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പല ആളുകളും നമ്മളെ ഫീഡ് കൊടുക്കുന്നതൊട്ട് പല പാളിച്ചകളുണ്ട്. കാരണം മീൻ ഒരിക്കലും ഒരേ ഫുഡ് സ്ഥിരമായി കൊടുക്കരുത്, മാറി മാറി കൊടുക്കണം. ഇത് ഗപ്പിക്ക് കൊടുക്കുന്ന ഒരു ഫുഡാണ്. പേരെന്താ? പേര് അറിയില്ല. അതിങ്ങനെ ഒരു ഗപ്പി ഫുഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ കൊടുത്താൽ വെള്ളം കളറ് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കുറേശ്ശെ ഉപയോഗിക്കുക. ഇത് പാൻഡോറ ഒരു പിന്നെ മലേഷ്യ തായ്ലൻഡ് ഇറക്കുമതി ചെയ്ത് വരുന്ന സാധനമാണ്. ചെറിയ ചെറിയ പൊടി പോയിട്ട് ഇത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക്, അതായത് നമ്മൾ ലൈവ് ഫുഡ് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റേജിൽ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മാത്രം ഉപയോഗിക്കണം. ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡാണ് പണ്ടോര എന്ന് പറഞ്ഞ ഐറ്റം. പിന്നെ ഈ അഡൾട്ടിനുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാധനം, അഡൾട്ടിന് കൊടുക്കുന്ന സാധനമാണ് പ്രീമിയം പണ്ടോര ഫീഡ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഫീഡ് ഫുഡാണ്. ഇത് കൊടുത്ത കളറൊക്കെ ഉണ്ടാവില്ലുണ്ടോ? കളറൊക്കെ നല്ല കളറൊക്കെ ഉണ്ടാവും എന്നാ പറയണത്. അത് നിങ്ങൾക്ക് മീനെ നോക്കുമ്പോൾ തന്നെ കാണുന്നില്ല, വീഡിയോ എടുത്തപ്പോൾ കാണുന്നില്ല. മീൻ ആരോഗ്യം നല്ല ചിറകുകളൊക്കെ ഉണ്ടാവുന്നല്ലോ. പിന്നെ ഇത് ലാർവൽ ഗപ്പിക്കുള്ള ലാർവൽ ഫുഡ് നമ്പർ 5 എന്ന് പറഞ്ഞ സാധനമാണ്. കുഴപ്പമില്ലാത്ത തീറ്റാണ്. റീസണബിൾ ആയിട്ടുള്ള വിലയുള്ളൂ, അമിത വിലയൊന്നുമില്ല. നല്ല ഫുഡാണ് ഈ ലാർവൽ. ഫുഡാണ് ലാർവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന നമ്പർ 5 എന്ന് പറഞ്ഞാൽ അതിന് നമ്പർ 2, നമ്പർ 3, നമ്പർ 5 ഉണ്ട്. നമ്പർ 5 ആണ് നമ്മൾ നമ്പർ 5 ഉള്ള ലാർവൽ ഫുഡാണ്. ആർട്ടിമിയുടെ ഫ്ലൈക്സ് ആണത്. ഇത് റെഡ് ആണ്. ഇതിന് ബ്ലാക്ക് കളറിൽ വേറെ ഫ്ലൈക്ക് കൂടി ഇറങ്ങുന്നുണ്ട്. ഇത് വില കൂടിയ സാധനം. അത് ഒരു 100 ഗ്രാം 150 രൂപ.
കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം. കൈ കൊണ്ട് പൊടിച്ചിട്ട് കൈക്കിടിക്കും. ഒന്ന് പോസ് ചെയ്യണം. അർട്ടീമിയ ഫ്ലേക്സ് ആണിത്. ഇത് പൊടിച്ചിട്ടാണ് കൊടുക്കുക. കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് കൊടുക്കുക. ജസ്റ്റ് കുറച്ച് അർട്ടീമിയ എഗ്ഗാണോ വെച്ചിട്ടുള്ളത്. സാധാരണ 24 മണിക്കൂർ കൊണ്ട് വരും. OSന്റെ ആർട്ടിമിയ ഉപയോഗിക്കുന്നു. മറ്റുള്ള സാധാരണ ആളുകൾ തൂത്തുക്കുടി മറ്റേ ഇവിടെ ഗുജറാത്തിന്റെ ആർട്ടിമിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ വേണ്ടത്ര റിസൾട്ട് കിട്ടില്ല. അതിന് വിലയും കുറവാണ്. ഇതിന് വില കൂടുതലാണ്. 10 ഗ്രാമിന് 150 കൊടുക്കണം. ഇതിൽ ഏകദേശം 90% മുകളിൽ ഹാച്ചിങ് റേറ്റ് കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതെ, പുതിയ എല്ലാ മത്സ്യങ്ങൾക്കും ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് നിങ്ങൾ ഈ തീറ്റകൾ കൂടുതൽ ഉപയോഗിക്കുന്നു. എല്ലാ മിക്കവാറും ഹാച്ചറികളിലൊക്കെ ഇതിപ്പോ നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്ത് ഫീഡ് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചാലും ഉപ്പിന്റെ അംശം നന്നായിട്ട് പോകണം ഈ സാധനത്തിന്. വിരിഞ്ഞ നമ്മള് ഈ തുണിയിൽ അരിച്ചിട്ട് എടുത്ത് കഴുകി വെച്ചാണ് ഫീഡ് കൊടുക്കാനാണ്. വേംസ് എടുത്ത് വെച്ച് നമ്മൾ ഫീഡ് കൊടുക്കാൻ വേണ്ടി വെച്ചാണ്. അതെ, ഇതാണ് നമ്മള് ഫീഡ് കൊടുക്കാൻ വേണ്ടി വെച്ചാൽ ഗ്രിൻഡൽ വേംസ് ആണത്. പിന്നെ ഇതൊക്കെ വേംസ് കൾച്ചർ ചെയ്യണ ബോക്സ് ആണ്. ഇത് എന്ത് വേംസ്? വേംസിന്റെ കൾച്ചർ. അതെ അതെ. ഇതിന് നമ്മള് ഈ ഡിസ്ക് എടുത്തിട്ട് ഈ വെള്ളത്തിൽ ജസ്റ്റ് മുകളിൽ പാല് ഇതുപോലെ നമ്മള് കഴുകും. അങ്ങനെ കൈയിട്ടാക്കി ഇട്ടാ മതി. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ 2-3 പ്രാവശ്യത്തിൽ ഇതിലെ വെള്ളം നമ്മൾ കളയണം. കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ ഇത് കിട്ടല്ലേ? അത്ര ഇത് വലിയ ഐറ്റംസ് ഗപ്പീസ് കൊടുക്കാൻ അല്ല. ഇത് നമ്മള് പിന്നെ ഏകദേശം നന്ന ചെറിയ കുഞ്ഞുങ്ങളല്ലാതെ 15 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ വരെ കൊടുക്കാം. ഗ്രോത്ത് നന്നായിട്ട് ഗ്രോത്ത് കിട്ടും. ഹെൽത്തിയാണ്. ഗപ്പികളുടെ ബ്രീഡിംഗ് സമയത്ത് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ ഇവിടെ ഈ ഫാമിൽ ചില ടെക്നിക്ക് ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കത് എന്താ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് സാധാരണ വളരെ സിമ്പിളാണ്. ഒരു 50 രൂപ കൊടുത്താൽ നമുക്കിത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതുപോലെ നമ്മൾ ചെറിയ സോഫ്റ്റ് ഡ്രിങ്കിന്റെ കുപ്പികൾ ഇത് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് മീൻ ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അടച്ചു വെക്കണം. ഇത് ഇങ്ങനെ ഇതുപോലെ മീനിനെ ബ്രീഡിംഗ് കേജിനകത്തില്ല. ഇത് ഇട്ടതിന് ശേഷം അടച്ചു വെക്കാം. മീൻ ഫീഡ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ പാത്രം ഇതിന്റെ അടിഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫീഡ് വേസ്റ്റ് ഉള്ളതെങ്കിൽ താഴത്തേക്ക് പോയി വെള്ളം മലിനമാകാതെ നടക്കാൻ കഴിയും. ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ചാടിപ്പോയിക്കോളും. കണ്ടോ, ഇതിലിപ്പകത്ത് മത്സ്യക്കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ബ്രീഡായ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കെങ്കിൽ ഇത് കടയിൽ പോയിട്ട് വളരെ പെട്ടെന്ന് മേടിച്ച് കൊണ്ടുവന്ന് നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ കഴിയും. മറ്റേതാകുമ്പോൾ നമുക്ക് അത് മറ്റേ നെറ്റ് കട്ട് ചെയ്യണം, അതിന്റെ അളവെടുക്കണം, കുഞ്ഞി കൂട്ടണം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് കുറക്കാൻ കഴിയും. ഇനി ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള വിവിധതരം ഓർക്കിഡ് കളക്ഷൻസ് ഉണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. പലതരം വെറൈറ്റീസ്. അപ്പൊ നമുക്കതൊന്ന് ചോദിച്ചു നോക്കാം. ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞ ഐറ്റാണ്. വില കുറവുള്ള സാധനമാണിത്. പിന്നെ ഇത് മൊക്കാറ പറഞ്ഞിട്ട് ഉള്ളൊരു വെറൈറ്റി ആണ്. പുറത്തെ പൂട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സാധനമൊക്കെ സോൾഡ് ഔട്ട് ആയതാണ്. ബാസ്കറ്റ് വാൻഡ എന്ന് പറഞ്ഞ സാധനമാണിത്. പിന്നെ പറഞ്ഞ ഒരു ടൈപ്പ് ഓർക്കിഡുകളാണിത്. ഇതിന്റെ ഇല വലുത്. പക്ഷെ ഇതിന്റെ പ്രശ്നം പലർക്കും നമ്മൾ ഓർക്കിഡ് വലിയ വില കൊടുത്ത ഒരു 850 റുപ്യൊക്കെ വില, 850-900 റുപ്യൊക്കെ വില ഉണ്ട് ഇതിന്. ഈ ഓർക്കിഡ് കൊണ്ടുവന്ന് വെച്ചെടുത്ത് എങ്ങനെ വളർത്താന്ന് അറിയില്ല. അപ്പൊ അവരിത് വെയിലത്ത് വെക്കും. വെയിൽ തട്ടാൻ പാടില്ല. ഈ സാധനത്തിന് തട്ടാൻ പാടില്ല. ഇല്ല, വെയിൽ തട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഭാഗം മുഴുവൻ പിന്നെ ഗ്രീൻ നെറ്റ് വെച്ചത്. ആ ഭാഗത്ത് ഇപ്പൊ ഡെൻഡ്രോബിയത്തിനാണെങ്കിൽ വെളിച്ചം തട്ടണം. ഇത് പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പൊ ഈ പൂവ് ഇത് ഒരു 6 മാസമായി പൂവിടാൻ തുടങ്ങിയിട്ട്.
ഈ ചെടി 6 മാസമായി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത്ര ഇത് മുതൽക്ക് ഇത് പൂത്ത് ഇങ്ങനെ വന്നു. ഇതിപ്പോ നിങ്ങൾ ഇവിടെ ചേർത്ത് പൂവ് അവസാനിച്ചു, പിന്നെ രണ്ടാമത് പിന്നും പൂക്കാൻ തുടങ്ങി. ഇപ്പൊ ഇത് 3ാമത്തെ പൂവിടലാണ്. ഇത് ഇനിയും ചിലപ്പോൾ നിങ്ങൾ ഈ പൂവൊക്കെ കഴിഞ്ഞോടുകൂടി കുറച്ച് ദിവസം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത് ഈ തണ്ട് പിന്നും വളർന്നിട്ട് പിന്നും ഇത് പൂവുണ്ടായി വരും. ഇവിടുന്ന് ഇതിന്റെ ദിവസം പൊട്ടി വരുന്നുണ്ട്, തൈ പൊട്ടി വരുന്നു. തൈ ഇതാണ് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു നമ്മളെ ഈ റീപ്രൊഡക്ഷന്റെ ഒരു ഇത്. പിന്നെ അതല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ഉള്ളൂ ഇതിനുള്ളത്. ഹോളണ്ടാണ് ഇതിന്റെ ജന്മദേശം. റോസ് കളറാണ് ഫെലനോപ്സിസ് തന്നെയാണ് സാധനം. യെല്ലോ ആയിട്ടാണ്. ഇങ്ങനത്തെ കുറെ കളറുകൾ ഇവിടുത്തെ ഇപ്പൊ പൂവ് കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മളൊരു നർത്തകിയുടെ ഒരു പാവാട സ്കർട്ട് പോലെയാണ് ഇതിന് പൂവ്. അപ്പൊ ഇതിന് ഈ ഡാൻസിംഗിൾ എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട്. കോൺസീഡിയത്തിന്റെ ഒരായിട്ട് ഒരു മഞ്ഞ ഇതാണിത്. ഇത് പിന്നെ പൂവ് അറിയില്ല ഏതാന്നുള്ളത്. ഇത് കൊണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് പൂത്തിട്ടില്ല. ശരിക്കുള്ള വഴി ഇപ്പൊ അങ്ങനെ നമ്മള് മഞ്ചേരിയിൽ നിന്ന് പെരിന്തമണ്ണ റൂട്ടില് കോഴിക്കോട് പറമ്പ് കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരു പഞ്ചായത്തും പടി എത്തുന്നതിന് മുമ്പ്, അതായത് മംഗള പഞ്ചായത്ത് ഓഫീസ് കടന്നമണ്ണ നിൽക്കുന്നത്. അവിടെ എത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു സ്കൂളിൽ MLP സ്കൂൾ കടന്നമണ്ണ സൗത്ത് MLP സ്കൂൾ. അതായത് ഈ ലൊക്കേഷന്റെ പേര് മഞ്ചേരിത്തോട് എന്നാണ്. മഞ്ചേരിത്തോട് ഈ സ്കൂളിന്റെ പുറത്തോട്ട് മഞ്ചേരിത്തോട് പള്ളിന്റെ ഭാഗത്താണ്. പള്ളിയാണ് കാണുന്നത്. പള്ളിയാണ് അവിടുത്തെ സ്കൂളാണ്. ഇത് സ്കൂളാണ്. ഹോൾസെയിലാണ് നമ്മൾ കാര്യമായിട്ട്. ഹോൾസെയിലാണ്. റീറ്റെയിലും ഉണ്ട്. ഹോൾസെയിൽ ആകുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മീൻ ബൾക്കായിട്ട് അതുപോലെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാപ്പിൻ്റെ അടുത്ത് ഹോൾസെയിൽ ആയിട്ടുണ്ട്, റീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ മേടിക്കുക, അവിടെ വന്ന് ഫോൺ വിളിച്ചിട്ട് വരിക, മീൻ മേടിക്കുക. ഒരുപാട് ഐറ്റംസും ഗപ്പീസും ഉണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.